ഒരുപാട് പാവങ്ങൾക്ക് ആശ്രിതരായി പ്രവർത്തിച്ച ചെറുപ്പയിലെ DCF എന്ന് പറഞ്ഞ ചാരിറ്റി സംഘടന ഇന്നലെ നടത്തിയ സമൂഹ ഇഫ്താറിന്റെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. നമ്മൾ ആ കാഴ്ചകളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? ഞാൻ ഇന്നലെ ഓഫീസ് കഴിഞ്ഞ് ഇഫ്താർ വിരുന്നിന്റെ സദസ്സിലേക്ക്, അതായത് ചെറുപ്പ ടെറഫിലായിരുന്നു ഇതിൻ്റെ ഒരു വേദി. വളരെ മനോഹരമായിട്ട് അലൈൻമെൻറ്റിൽ ടേബിളൊക്കെ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് ഒരുപാട് സംഘാടകരുണ്ട്. അവർ കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറുത ആർക്കോ വീഡിയോ കോൾ ചെയ്തിട്ട് വീഡിയോ ഇട്ട് കൊടുക്കുക. ഓരോരുത്തർ വെള്ളം ഒഴിക്കുന്നുണ്ട്, സൗഹൃദ സംഭാഷണം നടത്തുന്നുണ്ട്. കാരണം ഇത് മനോഹരമായിട്ടുള്ളൊരു വേദിയായി മാറാൻ പോവാണ്. അതിൻ്റെ ഓരോരോ തുടക്ക കാഴ്ചകളാണ്. ഓരോരുത്തർ വരുന്നു, സംസാരിക്കുന്നു, അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ആ നോമ്പെടുത്തവന് അള്ളാഹു നൽകുന്ന അതേ പ്രതിഫലം മറ്റൊരു ഹദീസിൽ കാണാം. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ സല്ലത്തെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങി ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സംഘാടകർ വളരെ വൃത്തിയിൽ, വളരെ നീറ്റായിട്ട്, വലിയൊരു ഇടിപിടി എന്ന് പറഞ്ഞിട്ടുള്ള ആ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. വളരെ നീറ്റായിട്ട്, വൃത്തിയായിട്ട്, സ്ലോയിൽ അവർ നല്ല പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. اللهم اجعل جمعنا هذا جمع مرحوما إنا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما اللهم ولا حراتم ചെറുപ്പയിൽ ഒട്ടുമിക്ക ആളുകളെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഉണ്ട്. ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര ഫീലിങ്സ് പറയാം. ആ വീണോട്ടിനൊക്കെ അതാ അടിപൊളി, നല്ല ഒരു കാഴ്ചയാണ് കേട്ടോ ഈ സായാഹ്നത്തിൽ ഇവിടെ കണ്ടത്. നോമ്പ് തുറൻ്റെ പേരിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥ ചിലയിടത്ത് കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഞാനത് കണ്ടില്ല. അമിതമായിട്ടൊന്നുമില്ല. കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, 1-2 സ്നാക്സ്, വെള്ളം, ജ്യൂസ്, നല്ലൊരു ചിക്കൻ ബിരിയാണി, അതും പാകത്തിന് അവർക്ക് വിളമ്പാൻ പാകത്തിന് അവിടെ വെച്ച് കൊടുത്തു. ഇത്തരം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവട്ടെ. ഇത്തരം സമൂഹ ഇഫ്താറുകൾ നാടിൻ്റെ ഒരു ഐക്യം ഉണ്ടല്ലോ, അത് ഐക്യം കൂട്ടിയുറപ്പിക്കും. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തവരും തെറ്റി നിൽക്കുന്നവരും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത്തരക്കാരെല്ലാവരും ഒരേ വേദിയിൽ ഇങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്ലസ്സാണ്. ഈ റംസാൻ കാലമായാൽ എല്ലാവരും എന്താ പറയുക, ഒരു ഭൗതിക ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ഒരു ആത്മീയതയിലേക്ക് വരുന്നൊരു
സമയമാണല്ലോ. അത്തരം സമയങ്ങളിൽ ഇത്തരം കൂട്ടായ്മകൾ, ഇത്തരം പൊതു ഇഫ്താർ പരിപാടികൾ ഉണ്ടാക്കുമ്പോൾ അതെന്തുകൊണ്ടും നല്ല ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കണക്കാക്കുന്നു. എല്ലാ നാടുകളിലും ഒരു ചെറുതെങ്കിലും ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ കൂടി ഈ സമൂഹ ഇഫ്താറുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനിടെ ടെറഫിലെ ഒരു മനോഹരമായ കാഴ്ച കേട്ടോ, ലൈറ്റിൽ കാട് മൂടി കിടക്കുമ്പോഴുള്ള ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഭംഗി. നോമ്പ് തുറക്കാനായി ബാങ്ക് കൊടുത്തു. ഞാനൊരു കാരക്ക വായിലിട്ടിട്ട് വീഡിയോയിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുന്നു. 200-ലധികം ആളുകൾ ഈ ഒരു മനോഹരമായ ടർഫ് മൈതാനിയിൽ നോമ്പ് തുറക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടുക, വിളിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അത് വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. DCFൻ്റെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഒരാളോട് പോലും ഒരു പൈസ വാങ്ങിയിട്ടില്ല. ഒക്കെ അവരുടെ ആ ഒരു ചാരിറ്റി സംഘടന ഷെയർ ചെയ്തെടുത്ത എക്സ്പെൻസുകളാണ്. അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഐ ആം ഷാഫി കുറ്റിക്കടവ്.